പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 4 മുതൽ 5 വരെ തിരുവചന ഭാഗങ്ങൾ. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. ഇതുപോലുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. ഒരു ശിശുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കപടതയില്ലാത്ത, മുഖംമൂടികളില്ലാത്ത മനോഭാവമാണ്. ഈ നിഷ്കളങ്കതയാണ് ശൈശവത്തിൻ്റെ വിശുദ്ധി. ഈശോ ഇന്ന് നമ്മളെ ക്ഷണിക്കുന്നത് നമുക്ക് കൈമോശം വന്ന ശിശു സഹജമായ നിഷ്കളങ്കമായ സ്നേഹത്തിലേക്കാണ്. ശിശുക്കളെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നുവെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മളിലും ഒരു ശിശുവിൻ്റെ നിർമ്മലതയും ആശ്രയത്വവും ഉടലെടുക്കട്ടെ. ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ ഹൃദയങ്ങളെ തൻ്റെ പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കട്ടെ. ഈശോ നമ്മളെ എപ്രകാരം സ്വീകരിച്ചുവോ അതേ സ്നേഹത്തോടെ മറ്റുള്ളവരെയും നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാനുള്ള ഹൃദയവിശാലതയും ശുദ്ധതയും നമ്മളിലും ഉണ്ടാകട്ടെ. ഈ തിരുവചനത്തിൻ്റെ അഭിഷേകം നമ്മൾ വ്യാപരിക്കുന്ന എല്ലാ തലങ്ങളിലും വ്യാപിക്കട്ടെ. ഈശോയുടെ രക്ഷാകര ശക്തി നമ്മൾ കടന്നുപോകുന്ന എല്ലാ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും പ്രവർത്തിക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.